നല്ല വൃത്തിയിൽ വിറക് അടുക്കി വെച്ചിന്. അപ്പോൾ നമ്മൾ ആ വിറക് അടുക്കി വെച്ച ഷീറ്റിൻ്റെ അവസ്ഥ ഇതാ കാണിച്ചേരെ. ഇത് ഇന്നത്തെ കാറ്റിൽ സംഭവിച്ചതാണ് കേട്ടോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇതാ നല്ല ശക്തിയായ കാറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര കാറ്റാണിതാ. നമ്മളെ മുറ്റം കാണുന്നില്ല, നോക്കിയേ, നിങ്ങൾ നോക്കിക്കതാ, മുറ്റം കാണുന്നില്ല. കാരണം ഇവിടെ മൊത്തം റബ്ബറാണിതാ, എല്ലാം റബ്ബറിൻ്റെ ഇതല്ല. അപ്പോൾ ഇതാ മൊത്തം ചപ്പ് വീണിട്ട് ഇതാ ഒന്നും മുറ്റേ കാണുന്നില്ല. ഇത് എങ്ങനെ വൃത്തിയാക്കുമെന്ന് ഈ ചിന്തയിൽ ഞാനിപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാ നല്ല കാറ്റ് വന്നിട്ട് പോയി, ഒന്നും നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മാഷാ അല്ലാഹ്, പടച്ചവനെ നല്ലൊരു കാറ്റാണ് വന്നിട്ട് പോയ കേട്ടാ. ഇപ്പം ഒന്നും ഇങ്ങനൊരു കാറ്റ് ഇപ്രാവശ്യം ഇതായിട്ട് കാറ്റടിച്ചിട്ടില്ല. ഭയങ്കര വകപ്പെട്ട കാറ്റേനു. അതുപോലെ തന്നെ ഇപ്പുറത്തെ മുറ്റത്തിൻ്റെ കഥ ഞാൻ കാണിച്ചു തരാം. ഇത് അടുക്കളപ്പുറത്തെ മുറ്റാണ്. ഇവിടുത്തെ അവസ്ഥ നോക്കി, ഇന്നലെ വൈകുന്നേരം നല്ല വൃത്തിയിൽ അടിച്ച് കയറിയ മുറ്റാണ്. ഇതെങ്ങനെ വൃത്തിയാക്കും റബ്ബേ? ഇതാ ഇവിടെല്ലാം മൊത്തം ഇതാണ്, റബ്ബറാണ്. അതാണിങ്ങനെ ഒരു കാറ്റ് വരുമ്പോൾ ഇങ്ങേക്ക് വരുന്നു. പച്ച ചപ്പാന്നെല്ലാം കഴിഞ്ഞ് മാഷാ അല്ലാഹ് ഒന്നും പറ്റിയിട്ടില്ല. അത്ര ശക്തിയായ കാറ്റേനു. അപ്പോൾ നമ്മുടെ വിറക് ഇതാ നല്ല വൃത്തിയിൽ വിറക് അടുക്കി വെച്ചിനേനെ. അപ്പോൾ ഇതാ നമ്മളെ വിറകടുക്കി വെച്ച കൂടൻ്റെ ഒരവസ്ഥ കാണിച്ചു തരേ. ഇതാ നല്ല വൃത്തിയിൽ അടുക്കി വെച്ചതേനു, നല്ല വൃത്തിയിൽ ഇതാ. അപ്പോൾ ഇതാ അതിൻ്റെ മുകളിലെ ഷീറ്റ് കാറ്റിന് കയറിപ്പോയി ഗൈസ്. ഇനിയിപ്പോൾ വേറെ ഷീറ്റ് വാങ്ങി കെട്ടണം. അപ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴ പെയ്തിട്ട് എൻ്റെ വിറക് നനയുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാനുള്ളത്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കഥകളുള്ളത്. നല്ല കാറ്റടിച്ച്, ഈ വർഷമായിട്ട് കാറ്റടിച്ചില്ല, ഈ മഴക്കാലമായിട്ട്. ഇന്ന് നല്ല കാറ്റടിച്ച്, ഒന്നും സംഭവിച്ചിട്ടില്ല, നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയൊരു കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. മൊത്തം ചപ്പ നോക്കിയേ, മുറ്റം പോലും കാണുന്നില്ല. ഇതെൻ്റെ മീനെ വളർത്തുന്ന ഒരു ഗപ്പി ടാങ്കാണ്. അപ്പോൾ ഇതിലെല്ലാം ചപ്പ് വീണ് ഇതായിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കളയട്ടെ. റബ്ബറിൻ്റെ ചപ്പ, ഇതിൻ്റെ പാല് ഇതായി കഴിഞ്ഞാൽ മീൻ ഇൻഫെക്ഷൻ ഇതായിപ്പോൾ ചത്തുപോകും. മൊത്തം റബ്ബർ ചപ്പ ഇത്. അത് നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല. ഇതാ ഇതിലൊരുപാട് ഗപ്പികളുണ്ട് ഗൈസ്. ഇതാ ഒരുപാട് ഗപ്പികളുണ്ട്. അപ്പോൾ ഇത് വലിയ വീടൊന്നുമല്ല. അപ്പോൾ അതിനകത്ത് വീട് ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ കോഴികളൊക്കെ നനഞ്ഞു കുതിർത്ത് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.